കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫ് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. സോ നമുക്ക് ചെയ്യാം. തിയറം 1, ദി ഇൻ്റഗ്രൽ ടെസ്റ്റ്. എന്താ തിയറം പറയണേ? സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് പോസിറ്റീവ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവൽ 1, ഇൻഫിനിറ്റി. If f of n equal to a n for n greater than equal to 1, then summation n equal to 1 to infinity a n and integral 1 to infinity f of x dx either converges or diverges together. Okay. സോ ജോമെട്രിക്കൽ പിക്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇവർ പറയണത്. ഈ പിക്ചർ ഒന്ന് നോക്കുക. ഓക്കെ, ഈ പിക്ചറിനകത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ റൈമാൻ ഇൻ്റഗ്രേഷൻ എല്ലാം ചെയ്യുമ്പോൾ ചെയ്യണ പോലെ ഒരു കർവ് വരച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ്. ആ കർവിന് താഴെ നമ്മൾ റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കി അതിൻ്റെ ഏരിയനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം അല്ലേ? ഈ ചിത്രത്തിലും ഈ രണ്ടാമത്തെ ചിത്രത്തിലും എന്താ വ്യത്യാസമുള്ളത്? എന്താ 1A-ലും 1B-ലും വ്യത്യാസമുള്ളത്? 1A-ൽ നമ്മളെങ്ങനെ വരച്ചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് എന്ത് വരച്ചിട്ടുള്ളത്? അതിൻ്റെ ഈ ഡിസ്റ്റൻസിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് വരച്ച് റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ അതേ റെക്റ്റാങ്കിളിൻ്റെ തന്നെ 1 തൊട്ട് 2 വരെയുള്ള ആളിൽ ഏറ്റവും ചെറിയ വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത്. ശ്രദ്ധിക്കുക, ഇവിടെ 1 തൊട്ട് 2 വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ ആയ A1 വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്? റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത്. ഇതാണ് രണ്ടിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. എന്താ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവാൻ പോകുന്നത്? ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കണ ഈ നമ്മുടെ റെക്റ്റാങ്കിളുകളുടെ എല്ലാം കൂടി സമ്മുകളുടെ ഏരിയ എന്ന് പറയുന്നത് ആരെക്കാളും ചെറുതായിരിക്കും? ഈ കർവിൻ്റെ ഏരിയനേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? A2 + A3 + etc. AN <= ഇൻ്റഗ്രൽ. കാരണം A2 എന്താ നോക്കുക, നമ്മുടെ ഈ 1 തൊട്ട് 2 വരെയുള്ള ഇൻ്റർവെല് ഈ റെക്റ്റാങ്കിളിലെ ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ ഈ മോളിക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത്? A2 എന്ന് പറയുന്നത്. 2, A2 ആണ് പോയിന്റ് അല്ലേ? അപ്പോൾ y വാല്യൂ ആണ് A2. ദാറ്റ് മീൻസ് ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള വാല്യൂ ആണ് എന്ത്? A2 എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1 തൊട്ട് 2 വരെ എന്ന് വെച്ചാൽ 1 ആണ്. ദാറ്റ് മീൻസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? A2 × 1 ആണ് അല്ലേ? എന്ന് വെച്ചാൽ എത്രയാണ്? അത് A2 ആണ് അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ A2. രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ എന്താ? രണ്ടാമത്തെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് A3 × 1 ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ A3 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവും? 2 + A3 + etc. AN ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഏതിൻ്റെ താഴെയാണ്? ഏരിയ അണ്ടർ ദി കർവിൻ്റെ താഴെയാണ്. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 1 to n f of x dx-നേക്കാളും താഴെയാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ സിമിലർ പരിപാടി റെക്റ്റാങ്കിൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ റെക്റ്റാങ്കിൾ എന്താ വ്യത്യാസമുള്ളത്? റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എടുക്കുമ്പോൾ അതിലെ ആ റെക്റ്റാങ്കിളിന് ഉണ്ടാക്കണം എങ്ങനെയാണ്? തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ വെച്ചിട്ടാണ് റെക്റ്റാങ്കിളിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇവിടെ 1 തൊട്ട് 2 വരെയുള്ള ഏരിയ A1 ആയി മാറും. ദാറ്റ് മീൻസ് അപ്പോൾ പക്ഷേ നമുക്ക് റെക്റ്റാങ്കിളുകളുടെ ഏരിയ ആരുടെ ഏരിയക്കാളും മേലെ കിടക്കണേ? കർവിൻ്റെ ഏരിയക്കാളും മേലെ കിടക്കണേ. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 1 to n f of x dx എന്ന് പറയുന്നത് എന്തായി മാറും? ഇൻ്റഗ്രൽ 1 to n f of x dx എന്ന് പറയുന്നത് ആരെക്കാളും വലുതാണ്? നമ്മുടെ A1 + A2 + etc. AN - 1നേക്കാളും ചെറുതായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിന് വീണ്ടും പറയാൻ പോകുന്നത്, you will see that the height of the first rectangle is A2 = f of 2. Since the rectangle has width 1, the area of the rectangle is also A2 = f of 2. Similarly, the area of the second rectangle is A3 and so on. Comparing the sum of the area of first n - 1 inscribed rectangles, the area of the region under the graph of f1 to n is that നമുക്ക് എന്താ പറയാൻ പറ്റും? A2 + A3 + etc. AN <= ഇൻ്റഗ്രൽ 1 to n f of x dx എന്ന് പറയാൻ പറ്റും അല്ലേ? അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. Sn = A1 + A2 + etc. AN ആണ്. നമ്മൾ അറിയാവുന്ന കാര്യം. Sn എന്ന് പറഞ്ഞാൽ n ടേംസുകളുടെ പാർഷ്യൽ സം ആണ് അല്ലേ? ഇപ്പോൾ ഈക്വൽ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എന്നെ എങ്ങനെ എഴുതാൻ പറ്റും? Sn = A1 + ഇൻ്റഗ്രൽ 1 to n f of x dx എന്ന് എഴുതാം. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ആളെ നോക്കുക. നമുക്ക് എന്താ? ഇൻ്റഗ്രൽ 1 to infinity f of x dx കൺവേർജസ് ആണെന്ന് വിചാരിക്കുക. കൺവേർജസ് ആണെന്ന് ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു L എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Sn എങ്ങനെ എഴുതാം? Sn = നമുക്കറിയാം Sn > നേരത്തെ കണ്ടത് പ്രകാരം A1 + ഇൻ്റഗ്രൽ 1 to n f of x dx. ഇൻ്റഗ്രൽ 1 to n f of x dx-നേക്കാളും ഇൻ്റഗ്രൽ 1 to n f of x dx-നേക്കാളും വലുതായ വാല്യൂ ആണ് ആര്? ഇൻ്റഗ്രൽ 1 to infinity f of x dx. മാത്രമല്ല എന്താണെന്ന് അറിയാതെ L ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് ഈ ആൾക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടുന്നു? <= A1 + L ആയി മാറും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പക്ഷേ Sn ഏത് വാല്യൂവിനേക്കാളും ചെറുതാണ്? A1 + L-നേക്കാളും ചെറുതാണ്. എന്ന് വെച്ചാൽ Sn എന്ന് പറഞ്ഞ സീക്വൻസ് എന്താണെന്ന് കിട്ടി? ബൗണ്ടഡ് ആണ് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് Sn ഈസ് ബൗണ്ടഡ്. അപ്പോൾ ഇനി Sn+1 എടുത്തുണ്ടാവുക. Sn+1 എന്ന് പറഞ്ഞാൽ Sn + An+1 ആണ്. ആരെക്കാളും വലുതായിരിക്കും? അപ്പോൾ Sn-നേക്കാളും വലുതായിരിക്കും. കാരണം ഓരോ ANനും ഓരോ ഏരിയയും f of An+1 > 0 ആണ്. ദാറ്റ് മീൻസ് ഇതൊരു ഇൻക്രീസിങ് ആയിട്ടുള്ള കർവാണ്. സോ ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ്
ബൗണ്ടഡ് എബോ ആണെങ്കിൽ നമ്മളെന്ത് പഠിച്ചിട്ടുണ്ട്? മോണോട്ടോൺ കൺവേർജൻസ് തിയറം പഠിച്ചിട്ടുണ്ട്. എന്തായാലും പറയണത് മോണോട്ടോൺ തിയറം പ്രകാരം ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ബൗണ്ടഡ് എബോ ആണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഉറപ്പായിട്ടും അത് കൺവേർജ് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് സമ്മേഷൻ നിങ്ങൾ വണ്ടിൻ്റെ എൻ ഈസ് എസ് എൻ എന്ന് പറയുന്നത് എസ് എൻ ലിമിറ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എൻ കൺവേർജൻ്റ് ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ആര് കൺവേർജൻ്റ് ആണ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്ത് തന്നെയായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഇനി തിരിച്ച് നോക്കുക. അപ്പോൾ അയാൾ കൺവേർജൻ്റ് ആണെങ്കിൽ എന്താ പറയാൻ പറ്റും? തിരിച്ച് ഇൻറ്റഗ്രൽ 1 to എഫ് ഓഫ് എക്സ് ടി എക്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം ശ്രദ്ധിക്കുക. ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ടി എക്സ് എന്ന് പറയുന്നത് കൺവേർജസ് ആണെന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എന്ന് പറയുന്നതും കൺവേർജസ് ആണെന്ന് കിട്ടി അല്ലേ? ഇനി തിരിച്ച് വിചാരിക്കുക ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ടി എക്സ് ഡൈവേർജസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ പറയാൻ പറ്റും? ഈ തന്നിരിക്കുന്ന ഇത് പ്രകാരം ഇയാൾ ഡൈവേർജസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സൈഡിലെ വാല്യൂ എന്തായി മാറും? ആസ് എൻ ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകും അല്ലേ? ഇയാൾ ഇൻഫിനിറ്റിയിലോട്ട് പോയാൽ ഈ സൈഡിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിനേക്കാളും വലിയ ആളാണ് എസ് എൻ വരാൻ പോകുന്നത്. മീൻസ് എൻ ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഇയാൾ എവിടേക്ക് പോയേ പറ്റുള്ളൂ? ഇൻഫിനിറ്റിക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ ലിമിറ്റ് എൻ ടെൻഡൻസ് ടു എസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് സമ്മേഷൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഡൈവേർജസ് ആണ്. സോ തിയറത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, മാത്രമല്ല അതൊരു കണ്ടിന്യൂസ് ആണ്. ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോസിറ്റീവ് ആണെങ്കിൽ the integral f of x dx converges or diverges together with summation equal to infinity a n. Okay, പ്രോബ്ലംസ് ചെയ്തിരുന്നു ഓൾറെഡി അല്ലേ? ഓക്കെ, പി സീരീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പി സീരീസിൽ ഇവിടെ പറഞ്ഞ ഒരു പി സീരീസിൻ്റെ പ്രൂഫിൻ്റെ കാര്യം വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. എന്താ നമ്മൾ പി സീരീസിൻ്റെ പ്രൂഫ് എങ്ങനെ ചെയ്തത്? പി സീരീസിൻ്റെ പ്രൂഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണമായിരുന്നു നമുക്കൊപ്പം? പി സീരീസിൻ്റെ പ്രൂഫ് ചെയ്യണമെങ്കിൽ 1/എന്താ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എക്സ് പവർ പി അല്ലെങ്കിൽ എൻ പവർ പി ആണ് അല്ലേ? എൻ പവർ പി ആണ്. അതിനെ ഫംഗ്ഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്തേ മാറ്റുന്നത്? ഇൻറ്റഗ്രൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/എക്സ് പവർ പി എന്ത് വരും നോക്കിയാൽ മതി. അതെന്താ വരിക? ഇൻറ്റഗ്രൽ 1/എക്സ് പവർ പി ഇൻറ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എക്സ് പവർ മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1 എന്ന് വെച്ചാൽ 1 മൈനസ് പി ആണ്. എവിടെ നിന്നിട്ട് എവിടെ ഒരു വേരി ചെയ്യാം? ലിമിറ്റ് സി ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1 to സി വരെ അല്ലേ? 1 കൊടുത്താൽ എന്താണ്ടാവുക? 1 കൊടുത്താൽ നമുക്ക് സി കൊടുത്താൽ എന്താണ്ടാവുക? സി എന്ന് പറഞ്ഞാൽ മൈനസ് സി ആണ്. അപ്പോൾ അത് മീൻസ് സി പവർ മൈനസ് പി പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് പി മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1/1 മൈനസ് പി അല്ലേ? ഇനി ആസ് പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ ഈ മൈനസ് പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സം വാല്യൂ ആവും അല്ലേ? അപ്പോൾ -2 -3 എന്തെങ്കിലും വരും അല്ലേ? അതിനോട് +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സിയുടെ പവർ എന്തായി കിട്ടും? ഉറപ്പായിട്ടും നെഗറ്റീവായിട്ട് നിൽക്കുള്ളൂ. സി ടെൻസ് ഇൻഫിനിറ്റി ആയിരുന്നുണ്ടാവും, അത് ഡിനോമിനേറ്ററിലോട്ട് വരും. ദാറ്റ് മീൻസ് ഈ ടേം മൊത്തത്തിൽ എവിടേക്ക് പോകും? സീറോയ്ക്ക് പോകും. അപ്പോൾ ആര് ബാക്കി വരിക? -1 1 മൈനസ് പി ഇയാളാണ് ബാക്കി വരാൻ പോകുന്നത് അല്ലേ? ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? മൈനസ് പി പ്ലസ് 1 ആണ്, 1 മൈനസ് പി ആണ്. 1/p -1 ആക്കി മാറ്റി എഴുതാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് നമ്മളപ്പോൾ ആസ് എന്താ 1/എക്സ് പവർ പി ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1/എക്സ് പവർ പി കൺവേർജസ് ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഫോർ പി ഗ്രേറ്റർ ദാൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1/n പവർ പി പി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 എന്തായി മാറും? കൺവേർജസ് ആയിരിക്കും. ഡൈവേർജസിന് ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഇൻറ്റഗ്രലിൻ്റെ കാര്യം ഒന്ന് ഇവിടെ എഴുതി കാണിച്ചത് മാത്രം. ഓക്കെ, ഇവിടെ സീരീസുകൾ എഴുതി ഡിറ്റർമിൻ വെദർ ദ ഗിവൺ സീരീസ് കൺവേർജസ് ഓർ ഡൈവേർജ്. ആരാ? സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1/n². ഉറപ്പായിട്ട് പറയുന്നത് പിയുടെ വാല്യൂ ആരെക്കാളും വലുതാണ്? പി എന്ന് പറയുന്നത് 2 ആണ് ഇവിടെ വരുന്നത് അല്ലേ? ദാറ്റ് മീൻസ് എന്താ? കൺവേർജൻസ് ആണ് ബൈ തിയറം പ്രകാരം. സമ്മേഷൻ n ഈക്വൽ ടു 1/√n. 1/√n എന്താകുമ്പോൾ n ഈക്വൽ ടു ആരാ? 1/2 ആണ് അല്ലേ? n ഈക്വൽ ടു 1/2 എന്തായി മാറുന്നത്? ഡൈവേർജൻസ് ആയിരിക്കും അല്ലേ? അടുത്ത സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി n പവർ -1/0001 അല്ലേ? ദാറ്റ് മീൻസ് എന്താ? അതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് 1/n ആകുമ്പോൾ 1/n പവർ 1.001 ആണ്. ആരെക്കാളും വലുതാണ്? 1-നേക്കാളും വലുതാണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും.
ഇൻ യൂസ് ദി ഇൻറ്റഗ്രൽ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ വെദർ ദ സീരീസ് ഈസ് കൺവെർജൻ്റ് ഓർ ഡൈവേർജൻ്റ്. അപ്പോൾ നമ്മളോട് എക്സാക്ട്ലി ഇൻറ്റഗ്രൽ ടെസ്റ്റിന് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 1/n⁴p ഇപ്പോൾ തിയറി ഉണ്ട്, അത് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം, വിരോധമില്ല കേട്ടോ. ഓക്കെ, സോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് 1/n⁴ 1/x⁴ ആണ്. ഇൻറ്റഗ്രേറ്റ് എളുപ്പമുണ്ട്. ഇത് 3 എന്ന് പറഞ്ഞാൽ 2x-1 ആണ്. ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് എളുപ്പമാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇതൊക്കെ അപ്പോൾ ഈ സീരീസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായി പറയാൻ പറ്റും അല്ലേ. ഇത് കൺവേർജ് ചെയ്യും, ഇതെന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും, ഇത് കൺവേർജ് ചെയ്യും, ഇത് കൺവേർജ് ചെയ്യും, ഇത് ഡൈവേർജ് ചെയ്യും, ഇത് കൺവേർജ് ചെയ്യും അല്ലേ. ഓക്കെ, ഈ 15 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ചിലത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അത് ചെയ്യാൻ പറ്റുന്ന മറ്റും നോക്കുക. നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ലോഗരിതമിക് ടെസ്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചെയ്ത് നോക്കുക. ചെയ്ത് തന്നെയാണ് ശരിയാവുള്ളൂ.